തുന്തുരു ഇന്ന് വീണ്ടും ഒരു പാചകം നടത്തിയിട്ട് പോകാൻ പോവാണ് മാൾട്ടലിക്ക്. സമയത്തിനെത്തിയതുകൊണ്ട് ആ ചപ്പാത്തി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ തുന്തുരു ഇന്ന് വീണ്ടും ഒരു പാചകം നടത്തിയിട്ട് പോകാൻ പോവാണ് മാൾട്ടലിക്ക്. അടുത്ത ആഴ്ച പോവാ. അപ്പൊ അവൻ അതിന് മുന്നേ സമയം ഇന്നിപ്പോ ഒരു സമയം ഉണ്ടാക്കിയിട്ട് വന്നേക്കാണ് ഒരു സാധനം കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേര് അഫ്ഗാനി ചിക്കൻ. മസാല ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനം. മസാലയുടെ കുത്തൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ അങ്ങനത്തെ ഒരു സാധനമില്ല. ഇന്ത്യൻ മസാല ഇഷ്ടപ്പെടാത്തവർക്ക് അതന്നെ ആകെപ്പാടെ വരുന്നത് ഈ ജീരപ്പൊടിയും പിന്നെ ഗരം മസാല, കുരുമുളക് ഇഷ്ടമില്ലാത്തവർക്ക് അത് കിട്ടുന്നുണ്ട്. കോഴി നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. ഒരു 1.5 കിലോളം കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കിട്ടണ കോഴി ഇല്ല ഇപ്പൊ പീസുകളാക്കിട്ട് സാധാരണ ഇത് പരത്തി വെക്കാനുള്ള സാധനം ആദ്യം ഉണ്ടാക്കാൻ പോകണം. ഇത് ഉണ്ടാക്കി ഇത് പരത്തിയിട്ട് അരമണിക്കൂർ വെക്കണേ. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിലേക്ക് വേണ്ട സാധനങ്ങള് അല്ല നിങ്ങൾ രണ്ടുപേരാക്കി. അതിലേക്ക് വെളുത്തുള്ളി ഒരു 1.5 കുടം ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ എടുക്കുന്നത് നല്ലതാ പരമാവധി. ഇഞ്ചി കുറെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇഞ്ചി പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാ. പച്ചമുളക് ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. പച്ചമുളക് ഒരു 10-12 എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ളാണെങ്കിൽ അത്രയ്ക്ക് വേണ്ട. എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. കാന്താരി മുളക് മുളക് പൊടിയൊന്നും ഇല്ലാത്ത തന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. പച്ചല വെളുത്തിട്ടായിരിക്കും. വെളുത്തിരിക്കും. കാണുമ്പോ നമുക്ക് ഒരു മാതിരി തോന്നും ഇതിങ്ങനെ നമ്മൾ കഴിക്കാന്നൊക്കെ. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അഫ്ഗാൻ ചിക്കൻ ആണെന്ന് പറഞ്ഞ വശം തന്നെ അവൻ പറഞ്ഞു അവന് വേണ്ടത് വെളുത്തിട്ടായിരിക്കാണ്. അപ്പൊ യൂട്യൂബില് കണ്ടിട്ടാന്നുകൊണ്ട് പച്ചമുളക് പിന്നെ മല്ലിയില. ആഫ്രിക്കൻ മല്ലിയില കേട്ടാ. പറഞ്ഞേ തമിഴ്നാട് മല്ലിയിലാണ്. തെറ്റി. ആഫ്രിക്കൻ മല്ലി വായിലത് വന്നില്ല. ഇതിലേക്ക് കുറച്ചൊന്ന് അരയാൻ വേണ്ടിട്ട് കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് തൈര് വേണം നന്നായിട്ട് ഇതിലേക്ക്. ഇത് അരയാൻ വേണ്ടിട്ട് നല്ല കട്ടി തൈര്. ഉപ്പിടോ ഇതില്? ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതൊന്ന് അരച്ചിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മറ്റേ കാഷ്യൂനട്ട് ഇടണം. കാഷ്യൂനട്ട് ചൂടുവെള്ളത്തില് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇതിപ്പോ 4-5 ടീസ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ അരിക്കാൻ ഒഴിക്കാൻ പോവാ? ഇല്ല, ഞാൻ വെള്ളം കളഞ്ഞിട്ട് അണ്ടിപ്പരിപ്പിട്ടു. അരയ്ക്കാൻ പോവാണ്. അരക്കട്ടെ. ചെറുനാരങ്ങ നീര് ഇതിൽ ചേർക്കില്ലേ? ഇത് അരച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം. അങ്ങനെ നന്നായി അരയ്ക്കാം. ഒന്നുകൂടി നടന്നട്ടെ. നല്ല പേസ്റ്റ് ആവണ്ട? നല്ല പേസ്റ്റ് ആവണം. ഇത് മാൾട്ടയിലൊക്കെ ഉണ്ടാക്കും ഈ സാധനം? ഇല്ല ഇത് ഇവിടെ ഇന്ത്യയില്. ഞാൻ സുഷിയാണ് മെയിൻ ആയിട്ട്. സുഷി ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ കിട്ടാല്ലേ നമുക്ക്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പറയാം, സരിതര ആംഗ്ലേനായിട്ട് തുന്തുരു, അനിയനാണ് തുന്തുരു. ചിലർക്ക് അറിയില്ലേ. അപ്പൊ അത് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി. ഇവിടെ നിൽക്കണേ അടിപിടിയാണ് ഗൈസ്. തൈര് ഒഴിക്കാൻ പോകണ്ട. ഇതൊരു 1 ലിറ്റർ ഉണ്ട്. പൊളിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റുമോ? എന്നെ പേടിപ്പിക്കല്ലേ. ഒന്ന് കഴിച്ചു നോക്കിയാൽ പുളി ഉണ്ടോന്ന്. നല്ല പുളി ഉണ്ടാവും. കുഴപ്പമില്ല, പുളി നല്ലതാ. പുളി ഉണ്ടാവണല്ലേ. ഈ സാധനങ്ങളൊക്കെ വരുമ്പോ പുളി കുറയും. എന്തൊരു ഉഗ്രം തൈരാ. നീ കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ് ഉള്ള തൈര്. ഒരു ഏകദേശം ഒരു 1 ലിറ്റർ എടുത്തുണ്ട്. ഇതിലേക്ക് ഈ അരച്ചു വെച്ച മസാല ഇടാൻ പോകും. സ്പൂൺ എടുത്ത് കൈ കഴിക്കട്ടെ. വേണ്ട. നല്ല ടേസ്റ്റോടെ തൈര്. ഇങ്ങനത്തെ തൈര് നമുക്ക് മിൽമേര അവിടെ കിട്ടില്ല. എന്റെ ബനീന്റെ കളറായില്ല ശരിക്കും. ചമ്മന്തി അല്ല ഈ ഇല്ല, ഈ ബനീന്റെ കളറല്ല. ഓ
കുറച്ച് വ്യത്യാസമുണ്ട്. രണ്ടുപേര് ഏതാണ്ട് ഒരു ആ എരിവ്. ഉണ്ടോ? നല്ല എരിവുണ്ട്. എരിവ്. തീരെ എരിവില്ല. ആ ചെറുതായിട്ട്. ആ ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴേ വരിക. പച്ചമുളകിന്റെ ഇതൊന്നും ആദ്യം വരും പറഞ്ഞു. അതെ തുന്തിരി അവിടെ നടന്ന് വന്നിട്ടേക്ക് പറയണ്ടായിരുന്നു അവര്. അല്ല, ഞങ്ങളവിടെ സ്റ്റാഫിന് ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ ഗസ്റ്റിനായിട്ട് ഉണ്ടാക്കാറില്ല. കാരണം ഇംഗ്ലീഷുകാരല്ല, അവർക്ക് ഇതൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാല ഉണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഒന്ന് വിചാരിക്കാം. കുഞ്ഞ ടീസ്പൂണാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ. പിന്നെ ജീരകപ്പൊടി. ജീരകപ്പൊടി. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇട്ടിട്ടില്ല. ഉപ്പ്. ഉപ്പ് പിന്നെ ആവശ്യത്തിന്. എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് അല്ല, ഉപ്പ് മറ്റുള്ള കുറഞ്ഞാലും കുഴപ്പമില്ല. ഉപ്പ് കൂടിയാലും വായിൽ വയ്ക്കാൻ പറ്റുമോ? കുറഞ്ഞാൽ പറ്റുമോ? കുരുമുളക് പൊടി. കുരുമുളക് പൊടി ടീസ്പൂൺ വേണം. കൈ കൊണ്ട് കേട്ടോ. പിന്നെ മിക്സിയിൽ അടിച്ചോളാം കുരുമുളക് പൊടി. ആ നല്ലോണം ഇട്ടുണ്ടല്ലോ. ഒരു 1.5 ടീസ്പൂണോടെ ഇട്ടുണ്ട്. ഇനി എന്നിട്ട് കൈയ്യൊക്കെ മിക്സ് ആക്കട്ടെ. ഇനി മിക്സ്. ഈ തൈര് പുളിയില്ലാത്തതാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി തൈര് ലെമൺ പുളി വേണം. ആ പുളി വേണം. എന്തൊട്ട് ഡിഷായാലും ഉപ്പും പുളിയും കാണാം നമ്മൾ പറയാം. പുളി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. എന്നിട്ട് സ്റ്റാഫിന് വേണ്ടിട്ട് ഉണ്ടാക്കുമ്പോ സ്റ്റാഫിന് വേണ്ടിട്ട് കൂടുതലും ഹിന്ദിക്കാരാ? നേപ്പാളികളാ കൂടുതൽ. പിന്നെ മൊറോക്കനുണ്ട്, പിന്നെ ഒരു ആഫ്രിക്കക്കാരനുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇന്ത്യ ഫുഡ് ഇഷ്ടമാണ്. എരിവുകളൊക്കെ കഴിക്കും. ആ ഞാൻ ഉണ്ടാക്കും, വേറെ ആരും ഉണ്ടാക്കാറില്ല. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്ക് മാറ്റി പിടിക്കാൻ വേണ്ടിട്ട്. ഉപ്പുണ്ടാ? ഓക്കെ. ചട്നി. ചട്നി അടിപൊളി. ഇത് വേണത്തിരി മാറ്റി വെച്ചോ. കാരണം ഈ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മുക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും. അല്ല, ഇത് ആവശ്യമുണ്ട്. അത് കാരണം എത്ര കഴിഞ്ഞ തൈര് എടുത്തു. അതെ, ആ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റോടെ സാധനം. അതറി ഇതിലേക്ക് കുറച്ചും കൂടി ജീരപ്പൊടി ഉണ്ട് കേട്ടോ. കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. പുളിയുണ്ട്. അപ്പൊ ഈ ചെറുനാറി നീര് ഒഴിക്കണ്ടല്ലേ? വേണ്ട, പുളിയുണ്ട്. ഇപ്പൊ സ്റ്റാഫിനുള്ള ഫുഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കാം? ഞങ്ങളതിനധികം സ്റ്റാഫില്ല. ഇപ്പൊ തിരക്ക് കുറവാണ്. ഒരു മാക്സിമം ഒരു 20-25 പേര് അത്ര സ്റ്റാഫുള്ളൂ. റെസ്റ്റോറൻ്റ് അല്ലേ, അത് കാരണം. അപ്പൊ ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോകണ്ട. സാധാരണ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. കഴുത്തൊക്കെ കളഞ്ഞിട്ടാ. കഴുത്തൊന്നുമില്ല. മാങ്ങ ലിവറൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മള്. ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തത്. ഇതൊന്ന് മസാല ഇട്ടിട്ട് നമുക്കൊരു പരമാവധി ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും. അൽഫാം ചെയ്യുന്ന പോലെ. എന്തുട്ടായാലും ഇപ്പൊ മീനായാലും ഇറച്ചിയായാലും ഇങ്ങനത്തെ മസാല ഇട്ട് വെക്കുന്ന ഒരു ദിവസം മുന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഫ്രിഡ്ജിൽ വെക്കണം വെക്കാം. ഇതിപ്പോ നമുക്കൊരു അരമണിക്കൂർ വെക്കാം. ഇതിങ്ങനെ കുഴഞ്ഞെനിക്ക് കിടക്കാം. അങ്ങനെ മുങ്ങി കിടക്കരുത് ചെയ്യാം. കട്ടി പാടില്ല. ഇല്ലില്ല, ഇതിങ്ങനെ കിടക്കും. കാരണം നമുക്ക് ഈ ഗ്രേവി ആവശ്യമുണ്ട്. അല്ലാതെ കുറച്ചുണ്ടാക്കിയാൽ മതി. വെറുതെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് പെരട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുക ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോണത് 2 തരത്തിൽ ചെയ്യാം. ഈ മറ്റേ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സാധനത്തിൽ ഇതിലിപ്പോ ഞാൻ കരി ഉണ്ടാക്കാൻ പോവാണ്. കരിയില്ല, കനലുണ്ടാക്കാൻ പോണ്. സുഖമായിട്ട് ചെയ്യാം. ഓവനിൽ ഗ്രില്ല് ചെയ്യാം. മൈക്രോവേവ് അല്ല, മറ്റേ ഇലക്ട്രിക് ഓവനിൽ. പിസ ഉണ്ടാക്കില്ല, അങ്ങനത്തെ ഓവനിൽ ഉണ്ടാക്കാല്ലേ. അപ്പൊ ഞാൻ തീ ഉണ്ടാക്കട്ടെ. അരമണിക്കൂർ എന്തായാലും ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കനലുണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ കൊടുക്കണം. എന്ത് സ്മൂത്ത് ആയില്ലേ? ആ കാറൊന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് നോക്കിയാ എന്തിനാ തൈല ഇപ്പൊ തീ വരുന്നുണ്ട. 12:15 നമ്മൾ എടുക്കട്ടെ സാധനം.
നടക്ക ബൈലെ സൈഡിൽ നിന്ന് നടന്നു നോക്കി ഇങ്ങനെ സ്ലോ മോഷനിൽ വരുമ്പോ സാധാരണ പോലെ നടന്നാൽ മതി. ആ അവര് പറയുമ്പോ സ്ലോ മോഷനിൽ അതെ അങ്ങോട്ട് പോയി നോക്കിയാ അത് മുഴുവൻ കേടാവും. പെട്ടെന്നൊരു ധൃതി. കനലൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോഴേ എനിക്ക് കഴിക്കാൻ ചോറൊന്നും പറ്റില്ല. എനിക്ക് കഴിക്കാനായിട്ട് എന്തിട്ടേക്ക് ചപ്പാത്തി, റൊട്ടി, ബട്ടർ നാൻ, അങ്ങനെ ബ്രെഡ് ഐറ്റംസ് ആണ് നല്ലത്. നല്ലത്. നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കണില്ല, ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് റെഡി ടു കുക്ക്. അപ്പൊ അത് വേവിച്ച് വെക്കാൻ പോവാട്ടാ. അത് വേവിച്ച് വെക്കുമ്പോഴത്തേക്കും സമയവും നമ്മുടെ സമയവും. അതെ നമ്മളെ ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ചപ്പാത്തിയൊക്കെ നമ്മുടെ വാഴത്തണ്ടാണ് നമ്മുടെ. അത് ലൈറ്റ് എണ്ണ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചപ്പാത്തി പപ്പടം പോലെ. ഫസ്റ്റ് തന്നെ ഒന്ന് പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഓയിൽ വേണ്ട, തുടക്കത്തെ തിരി വേണം. ഇതെന്താ ടിസ്റ്റ് കഴിക്കുന്നു? ചില ഞങ്ങളോട് കാണിക്കില്ലേ കുഞ്ഞിക്കിടാങ്ങളായിരിക്കുമ്പോ. നാളെ പരീക്ഷന് ചെക്കുവിന്. നാളെ തൊട്ട് ചെക്കുവിന്റെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാൾട്ടേക്ക് മാച്ച് തുടക്കിയ പാത്രം കഴുകുക. അത് മാറാറായിട്ടുണ്ട്. വെള്ളം ഇത് പിടിപ്പിക്കാം പുതിയത്. ഫസ്റ്റത്തെ ഇടാൻ പോണു ചപ്പാത്തി. ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പോവാട്ടാ. ഫസ്റ്റ് ചപ്പാത്തി 12:15 ഇപ്പൊ നമ്മൾ എത്ര മണിക്ക് വെച്ചാ? അപ്പൊ തുറക്കാണ് കേട്ടാ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ അടിയിൽ വാഴൽ വെച്ചു, അതായത് അതിൻ്റെ ചാറ് ഇത് പൂവാണ്ടിരിക്കാൻ പറയുന്നത് വാഴൽ വെച്ച് കൊടുത്തിട്ടാ. ഇനി ഇതിന്ന് ചിക്കൻ എടുക്കണം. ഇതിങ്ങനെ നിവർത്തി വെച്ചിരിക്കാം, അങ്ങനെ വയ്ക്കാം. ഇതേ ചിക്കൻ എടുത്ത് വയ്ക്കണം. ഒറ്റടിക്ക് കൊള്ളൊന്നും ഉണ്ടല്ലേ ഒരു ഇതോ നല്ല കനലായി കുടഞ്ഞു വയ്ക്കണല്ലേ. നമുക്ക് ഈ ഗ്രേവി ആവശ്യമുള്ള കാരണം കുടഞ്ഞു വയ്ക്കാം. അതിൽ കിടന്ന കരി ഒരു കാര്യമില്ല. ഇതിലെ എണ്ണ എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് അല്ലേ? എണ്ണ ഇതുവരെ എണ്ണ ചേർത്തിട്ടില്ല, നമുക്കിത് താളിക്കാൻ വേണ്ടി മാത്രം. ഇതുവരെ വളരെ ശരിയാണ്. ബില്ലാദനൊക്കെ കഴിച്ചിട്ടുണ്ടാവല്ലേ അവരുടെ ഒക്കെ ഭക്ഷണം. നമ്മൾ കണ്ടിട്ടുള്ള രീതികളൊക്കെ ഇത് തന്നെ. അഫ്ഗാനിസ്ഥാനിൽ കുക്കർമാരല്ല കുക്കുകൾ ഉണ്ടായിരുന്ന ഷെഫുകള് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഹോട്ടൽ ഫീൽഡില് കുറവല്ല. പാകിസ്ഥാനിലുണ്ട്, ദുബായിലും ഇഷ്ടം പോലെ. ദുബായിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. കഴിഞ്ഞു. ഇതേ ചാറ് ഇത്രക്കിൻ്റെ ബാക്കി മടക്കാം. ഓക്കെ മടക്കാം. വെക്കാറായി അവൻ്റെ മുകളിലെ വെച്ചോ ലോക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്താ ചെയ്യണ്ട കണ്ടാ. അപ്പൊ പൊങ്ങിരുന്നു അങ്ങനെ എന്തോ ആണ്. ഇത് നല്ല കനലാക്കിയിട്ടുണ്ട് കേട്ടാ. ഇത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അതൊരു പീസ് വറക്കണ പാത്രത്തില് എണ്ണ എന്തൊരു ഓയിൽ ഒഴിക്കുക. ഇത് നോൺ സ്റ്റിക്കിന്റെ അങ്ങനത്തെ എന്തെങ്കിലും തവയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലൈറ്റായിട്ട് ഓയിൽ തെറിച്ചിട്ട് ഇത് ഗ്രില്ല് ചെയ്തിട്ട് തിരിച്ചു വേവിച്ചെടുക്കുക. അങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ അത് ശേഷം പിന്നെ ഈ സോസില് അത് പിന്നെ പറയണ്ട, അത് നമുക്ക് കാണിക്കാം. അല്ല അങ്ങനെ എടുത്താൽ മതി അല്ലേ? ചപ്പാത്തി പറഞ്ഞ വെറുതെ തിന്നാം, അത് രസമാണ്. കാലത്തൊന്നും കഴിച്ചിട്ടില്ല. തിന്നിട്ടാണ് ചപ്പാത്തി. വേണ്ട നമുക്ക് ഈ പാത്രം ആവശ്യമുണ്ട്, അത് തന്നെ ഇത് വേറേക്ക് മാറ്റണം. വേറെ ഡവറായിരിക്കും. ചൂടുണ്ടോ? തുണി കൂട്ടി പിടിച്ചിട്ട് വേണമെങ്കിൽ മറച്ചു വയ്ക്കാൻ പോട്ടാ.
മറച്ചും തിരിച്ചൊക്കെ വയ്ക്കുക അല്ലേ? ഇത് ഓയിൽ അങ്ങനെ എന്തെങ്കിലും തടവണ? ഇല്ല ഇപ്പൊ വേണ്ട. ഇപ്പൊ വേണ്ടല്ലേ? അയ്യോ എൻ്റെ ചപ്പാത്തി കരിഞ്ഞു. അയ്യോ ഇല്ല ഇല്ല കറക്റ്റാ. സമയത്തിന് എത്തിയത് കൊണ്ട് ആ ചപ്പാത്തി രക്ഷപ്പെട്ടു. നമുക്ക് ഈ സൈഡിലത്തെ കുറച്ചെടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. കാരണം നടുവില് ചൂട് കൂടുതലാ. ഈ സൈഡിലേക്ക് ചൂട് അത്രയ്ക്ക് വരുന്നില്ല. അപ്പൊ അവര് അങ്ങോട്ടും എക്സ്ചേഞ്ച് ഞാൻ പറയാ, അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. സ്ഥാനക്കയറ്റം. കുറച്ചേരം ഇങ്ങനെ ഇരിക്കണം. നടുവിലത്തെയൊക്കെ ഏതാണ്ട് എന്തായാലും ഒരു അരമണിക്കൂർ പിടിക്കും. എല്ലുള്ളതല്ലേ, എല്ലില്ലാത്തതാണെങ്കിൽ പെട്ടെന്നാവും. വേവാൻ സമയം പിടിക്കുക തൊടയുടെ ഭാഗം. അതാ ചിലപ്പോഴൊക്കെ ബിരിയാണി കഴിക്കുമ്പോഴില്ലേ ആ ഭാഗത്തുനിന്ന് ചോര വരും. എല്ലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു. കാല് ഏകദേശം വേവാറായിട്ട് നമ്മൾ ഇതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോകണം. അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ വെച്ചുട്ടാ. ഏകദേശം ഇപ്പൊ ഒരു 25 മിനിറ്റ് ആയിട്ട്. 25 മിനിറ്റ് വെച്ചിട്ടല്ലോ. 25 മിനിറ്റ് കഴിഞ്ഞു. 25 മിനിറ്റ് ആവാറായിട്ട്. ഇതൊരു അരമണിക്കൂർ വേണം. കാരണം അത് വിത്ത് ബോണായതുകൊണ്ട് സമയം പിടിക്കും. അപ്പൊ ഇനി എനിക്ക് ഈ ടോണിക് എന്ന് പറയുന്നത് ഈ മറ്റേ സാധനം ഉണ്ടാക്കാൻ പോണോ? ഗ്രേവി. അപ്പൊ എനിക്ക് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പുതിയ പിന്നെ ഉണ്ടാകുന്നത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഒരു 25 ഗ്രാമിൻ്റെ അടുത്ത് ഉപ്പില്ലാത്ത ബട്ടറാണ് കിട്ടു. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു പിന്നെ ഒരു കറുകപ്പട്ടയുടെ ഇല 5 ഗ്രാമ്പുണ്ട്. തീ കൂട്ടണ വേണ്ടല്ലേ? അതിനൊക്കെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് അധികം പൊട്ടിച്ചിട്ടുണ്ട്. കാരണം അത് എടുത്ത് കളയാനുള്ളത്, കഴിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ അങ്ങനെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം അതിലേക്കൊരു മണം കിട്ടാൻ ഇതായിരുന്നു. ഇത് രണ്ടുപേരുണ്ട്. പതവന്നു ഓയിലും ബട്ടറും കൂടി മിക്സ് ആകുമ്പോൾ പത വരും. കിടക്കണ പാത്രം മാറ്റി വേണം തരുതാ സൗണ്ട് ഇല്ലാത്തത്. നമ്മളിതിലേക്ക് ആ മാരിനേറ്റ് ചെയ്തതിന്റെ മസാല ബാക്കി ഉണ്ടായിരുന്നു ഒഴിക്കാൻ പോകുന്നത്. തീ കുറയ്ക്കണം. കുറച്ച് മാരിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരട്ടല്ലേ? നമ്മുടെ ഈ ചിക്കൻ ഇപ്പോൾ അരമണിക്കൂറായിട്ടാ. ഒന്നുകൂടി മറച്ച് വെച്ചാ നല്ല പാകമായിട്ടാ. ഇതൊന്ന് തിളപ്പിക്കണം, അതിന്റെ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിട്ട്. പിന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ടതല്ലേ? അപ്പോൾ അത് പച്ചവട ഇട്ടതല്ലേ? തീ കൂട്ടി നമ്മുടെ ചപ്പാത്തിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടാ. കാറ്റ് പ്രശ്നമല്ല. ഒരു സുഷിക്ക് അവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള സുഷിയില്ലേ, ആ സുഷിക്ക് അവിടുത്തെ ഹോട്ടലിലെ വില എത്രയുണ്ട്? 10 യൂറോ തൊട്ട് 14 യൂറോ വില വരും. ഒരു ഒറ്റ റോള് ഒരു 8 പീസ് ഉണ്ടാവും. 10 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1000 രൂപ. 1000 രൂപയുടെ അടുത്ത് 900. ജപ്പാൻകാർ മാത്രം വന്ന് കഴിക്കില്ല? അതല്ല, ഇംഗ്ലീഷുകാർക്കും അറബികൾക്കും ഭയങ്കര ഇഷ്ടമാണ് സുഷി. ഫോറിനേഴ്സിനൊക്കെ സുഷി ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് മാത്രം ഇത്തിരി റോ ഇത് പച്ചമീനൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പച്ചമീനാണ് അല്ല, പച്ചമീനല്ല, പച്ചമീൻ വെച്ചിട്ടുണ്ടാകുന്നതാണ് മെയിനായിട്ട് സുഷി. ഇപ്പൊ കുറെ ഫ്യൂഷൻ ഒക്കെ ഇറങ്ങി കാരണം നമുക്ക് ചിക്കനൊക്കെ അതിൻ്റെ ഉള്ളത് വെക്കാം, ഫ്രൈ വേവിച്ചിട്ട് വെക്കാം, ഫ്രൈ ചെയ്തിട്ട് വെക്കാം. സാൽമൺ എന്ന് പറഞ്ഞ മീനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. സാൽമണും പിന്നെ ടൂൺ അവിടെ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ സാൽമൺ ഇവിടെ ഉണ്ട്, നെസ്റ്റോലുണ്ട്, ഞങ്ങൾ പോയിപ്പോ ഉണ്ടാവും. നമുക്കേ ഇനി അടുത്ത തവണ വരുമ്പോൾ നീ മുന്നേ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഈ സുഷിയുടെ സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് റൈസ് കുറച്ച് റൈസ് പിന്നെ വിനീഗർ ഉണ്ട്. സാധാരണ വിനീഗർ അല്ല, റൈസിൽ നിന്ന് ഉണ്ടാക്കുന്ന വിനീഗർ ഉണ്ട്. അരിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ചിക്കൻ എടുക്കാം അല്ലേ? നമ്മൾ ചിക്കൻ എടുക്കാൻ പോകട്ടെ. അതെ, എല്ലാം നല്ല ഭാഗമായി വെന്തു. അരമണിക്കൂറാണ് വെച്ചത്. എടുത്തുകൂടെ?
ഇപ്പോഴും കണ്ടിലുണ്ട് സാർ. ഇത് വല്ലതും ഗ്രില്ല് ചെയ്യണ്ട, വല്ല ഈ തക്കാളി കളിക്ക് വേണമെങ്കിൽ എടുത്തോ. അത് കാരണം കണ്ടിലുണ്ട്, ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഞാൻ വയ്ക്കാൻ പോകട്ടാ, കുറച്ച് എണ്ണം വയ്ക്കാൻ പോകാം. ഇതെല്ലാം ഇത് നമ്മൾ ഒട്ടി ഒട്ടി പിടിച്ചാൽ ഇത് എണ്ണയും തേച്ചിട്ടില്ല, ഒന്നും തേച്ചിട്ടില്ലേ നമ്മൾ. ഇതേ ഇതിലേക്ക് ഇട്ടോ ബട്ടർ. ഇനി എന്തിന്റെ ഇതിലേക്ക് എടുത്ത് ഈ ചിക്കനുകളൊക്കെ ഇരിക്കുന്നോ? ആ ഇതേ ചിക്കൻ ഇരിക്കുന്നതാണ്. ഓ വെറുതെ ജഗു ഒരു എണ്ണം വെറുതെ നോക്കി അങ്ങേണ്ടത്. അല്ല ചെറിയ പീസ് എടുക്കുന്നത് അത് വെന്തുണ്ട്. എല്ലാം അല്ല വെന്തുണ്ട്, എല്ലാം വെന്തുണ്ട്. ഞാൻ നോക്കിയോട്ടാ, അതിട്ട് കൊടുത്ത തരുതേ. നല്ല രസം. എന്തായാലും കല്ല് കളയില്ല. അല്ല ഒരു കാര്യമില്ല, അതിനുള്ള വഴിയുണ്ട്. പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഇതോടുകൂടി ഇതിനെ കഴിഞ്ഞു ഇതിൻ്റെ പരിപാടി. അതിലിട്ട് നശിപ്പീനാ എന്തായാലും എന്താ കഴിക്കാനുള്ളത്. വേണ്ട അത് രസമുണ്ടാവും. ഞാൻ തക്കാളി എടുത്തോണ്ടിട്ടാ. എത്ര നേരം പിടിച്ചേക്കും. നല്ല പുളിയാ, ഭയങ്കര പുളിയാ. എനിക്ക് കുറച്ചും കൂടി മറ്റേ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പ് കൂടി വേണം. ഗരം മസാല ഒരു നിമിഷം ഓസ്ട്രേലിയക്കാരനെ നമുക്കിത് ബൗളിലേക്ക് പകർത്താം. ഇനി മല്ലിയില വേണം അതിന്റെ മേലെ വെതറാൻ ചേട്ടാ. ഒരു സ്പൂണ് നെയ്യ്, ബിരിയാണിന്റെ മുകളിൽ ഒഴിക്കുന്ന പോലെ ഉരുളക്കിഴങ്ങ് വേവാൻ സമയം പിടിക്കും. നമ്മൾ കുറച്ച് മല്ലിയില മുകളിൽ വെതറാനായിട്ടേ ഇവിടെ മറ്റേ മല്ലിയില കഴിഞ്ഞു. അപ്പൊ ആഫ്രിക്കൻ മല്ലി എടുത്തു നോക്കാം. മെക്സിക്കൻ മല്ലി എന്ന് പറയും. മെക്സിക്കനായ ആഫ്രിക്ക പോയിട്ട് എന്തെങ്കിലൊക്കെ പറയും. അത് ചേട്ടന് പറയണം, നിർബന്ധമാണ്. അതിന് നല്ല മണം കേട്ടോ. മല്ലിയില എടുത്ത സാധനം നീ അപ്പം നമ്മളെ വീഡിയോ കാണാറില്ല ഇപ്പൊ മനസ്സിലായി. അതല്ല ഹോട്ടലില് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഇങ്ങനത്തെ ഒരു മല്ലി ഉള്ളത്. ഇത് അല്ല ഇവരുടെ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി ഇങ്ങനെ ഒരു മല്ലിയുള്ള കാര്യം. ഇവിടങ്ങളിലൊക്കെ ഈ മല്ലിയില ഉപയോഗിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ മല്ലിയില. ശരി. അല്ല നമ്മളിടാ നമ്മുടെ ഇവിടെ വീട്ടിലുള്ളവര് അല്ലേ ഇത് അപ്പൊ എങ്ങനെയാ ഇതിന്റെ മുളക്കിന്റെ എങ്ങനെയാ മല്ലി ഒരു പൂ പോലെ വരുന്നുണ്ട്. അതിന്റെ അത് നിറയെ വിത്തായിരിക്കും. അതൊക്കെ വീണോടത്തൊക്കെ ഇതിന്റെ തൈകൾ മുളയ്ക്കും. ശരി. മറ്റേ മല്ലി ഉണ്ടാവും മറ്റേ മല്ലി സാധാരണ മറ്റേ അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. അത് വേറെ ചെടിയല്ലേ. നമ്മള് പൊടിപ്പിക്കാൻ വാങ്ങിക്കണ മല്ലിയില്ലേ, ആ മല്ലി ഇങ്ങനെ പകുതി പൊളിഞ്ഞിട്ട് അത് പാവുമ്പോഴാണ് അത് ഉണ്ടാവുക. ആ മല്ലിയല്ല. മല്ലിയുടെ മണം ഇഷ്ടമല്ലേ നമുക്ക്? അധികം വേണമെന്നില്ല. പിന്നെ അത് കാണാൻ ഭംഗിക്ക് വേണമെങ്കിൽ ഇട്ടോ. അഫ്ഗാനി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തി തുറക്കണം. നൈസ് ചപ്പാത്തി. ചിക്കൻ ചിക്കൻ എത്ര പീസ് ചെയ്തടാം? ഓരോന്നുണ്ട് തൽക്കാലം. ഇതെനിക്ക് അത് എടുത്താ മതി. ടേസ്റ്റ് നോക്കിയിട്ട് ആ ഗ്രേവി ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലേ?
ഇതല്ല ജഗ്ഗു പറഞ്ഞല്ലേ ജഗ്ഗുവിന് ഇഷ്ടമില്ല വെളുത്തട്ടായിരിക്കാന്ന്. ആവശ്യത്തിന് കഴിച്ചിട്ട് ഇനി ആവശ്യത്തിന് എടുക്കാം. ഞാൻ പോവാ, ഞാൻ കൊണ്ടുപോകാൻ നിങ്ങൾ കാണാൻ. നിങ്ങൾ വേണമെങ്കിൽ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോന്നു. ഇത് കഴിച്ചു തുമ്പി കഴിക്കും. അല്ല ഇതിലുള്ള കുട്ടികളൊന്നുമല്ലല്ലോ ആരും. ഞാൻ കഴിക്കും. ജഗ്ഗു കഴിച്ചോ? ജഗ്ഗു ഇതിന്ന് കഴിച്ചോണെങ്കിൽ ഇതിന്ന് കഴിച്ചോ. കഴിച്ചോ? ചപ്പാത്തി കൊണ്ടുവരാം, അല്ല എണ്ണ കൊണ്ടുവരാം. എന്നിട്ട് തോന്നണം നല്ല രസമുണ്ട്. ചിക്കൻ കഴിച്ചോട്ടെട്ടാ. കൂടെ നല്ല സോഫ്റ്റായി. അത് മാത്രമല്ല, ഒരു പ്രത്യേക പുളിയുണ്ട് ചിക്കൻ. നമ്മള് പുളിയുണ്ട് കേട്ടാ. പുളി തൈരിന്റെ പുളി കുറച്ച് കൂടുതൽ പോലെ ഉണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഗംഭീര സാധനമാണ് കേട്ടത്. ചേട്ടൻ പറഞ്ഞതാ ആ ചാറിലിട്ട് ചിക്കൻ വെറുതെ നശിപ്പിക്കണ്ടെന്ന്. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം എന്താ പറഞ്ഞ ചാറിലിടണ്ടെന്ന്. കുഴപ്പമില്ല. ചിക്കനില്ലേ അതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു. ഇത്ര സമയം കിടന്നുള്ളപ്പോഴേക്കും ഇത് ഭയങ്കര സോഫ്റ്റായി. ഗ്രേവിയിലിട്ട് ഒന്നുകൂടി ഇതൊക്കെ പറ്റിച്ചില്ലേ. അപ്പൊ ഈ ഗ്രില്ല് ചെയ്ത ഏറ്റവും സൂപ്പർ അല്ലേ? ആ എനിക്ക് ചാറ് ഇഷ്ടമായേ. ചിക്കൻ കിട്ടാൻ ഞാൻ അടുത്തരാം. അപ്പൊ ഒന്നൊരു കലക്കാൻ. ഓക്കെ, താങ്ക് യു. കാമറി എല്ലുവാണ്. കാമറി എന്നാ ലോറേനെ വിളിക്ക്, അപ്പൊ അവള് വരും. കാമ്പറി വരും. ടേസ്റ്റ് ഒക്കെ അങ്ങനെയുണ്ട്. അതന്നെ അടിപൊളി സാധനം കേട്ടാ. ഗ്രില്ല് ചെയ്തായിരുന്നു സൂപ്പർ. വറുത്ത് കഴിഞ്ഞ് വേറെ ടേസ്റ്റ് ആയിരുന്നല്ലേ? ഗ്രേവിയുടെ ടേസ്റ്റ് തന്നെയാവല്ലോ. ഗ്രേവി ടേസ്റ്റ് ഉപ്പ് കൂടുതലുണ്ടാ? പുളിയാണ്. പുളിന് നമുക്ക് മുന്നോട്ട് നീങ്ങും. ചോറ് കൂടി കഴിക്കാൻ പറ്റില്ല. ചോറിന്റെ കൂടെ ശരിക്കും എനിക്ക് തോന്നുന്നത് മറ്റേ റൊട്ടിയാണ് ഏറ്റവും അടിപൊളിയായിരിക്കുക. റൊട്ടി, ബട്ടർ നാൻ റൊട്ടി. നാരങ്ങ ഒഴിച്ചു നാരങ്ങ കൊണ്ടെന്ന് വെച്ചുള്ള ഒഴിച്ചില്ല. തൈരിന് പുളി ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ടേസ്റ്റ് ചപ്പാത്തി കൂടിയിട്ട് മാമനൊരു അയല വെച്ചോളൂ. ഇതായി വരുന്നു കേട്ടോ. അത് എന്റെ പീസായി പൊന്നോ ഇതിലല്ലേ ഇരിക്കണേ. നല്ല സാധനം. ആ കഷ്ണത്തിന് ഇത്തിരി എടുക്കാൻ നോക്കി പറയാം അതാ അവൻ്റെയാണ് പീസ്. ഇതിനെ കൃത്യ സീസൺ ചെയ്ത് വെച്ചത്. സീസൺ ചെയ്തിട്ട് ഇത് വേണോ? എന്തൊക്കെയോ പറയും. നല്ല രസമാണ് ഇത് കൂടി കഴിക്കാൻ. ഈ സബോളയും തക്കാളിക്കില്ലേ കൂടി കഴിക്കാൻ ഭയങ്കര രസമാണ്. അതെ നോക്കി നോക്കാം. കഴിക്കുമ്പോഴേ പറഞ്ഞു ഒരു ചപ്പാത്തി എന്നടാ. ഇവിടെ 3 എണ്ണം കഴിഞ്ഞിട്ടോ ജഗ്ഗോ തുന്തിരോ? 3 പേരില്ലേ നാട്ടൊക്കെ. 4ാമത്തെ നിർത്താല്ലേ? നമുക്കൊരുത്തില്ല ഞങ്ങൾ സമാധാനം ഇതിൽ ഇരുന്ന് കഴിക്കട്ടെ കേട്ടാ. നിർത്തിയോ? അപ്പൊ അഫ്ഗാനി ചിക്കൻ എല്ലാവരും വെക്കുക. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഗ്രില്ലില്ലെങ്കിലും പാനിൽ വെച്ചിട്ട് ചെയ്യാം. പാനിൽ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ആ പാനിൽ തന്നെ ഈ ഗ്രേവി കുക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ആ വെള്ളമൊക്കെ എടുത്ത് നല്ല ഒന്നുകൂടി വേറെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഗ്രില്ല് ചെയ്തപ്പോ അതിന്റെ വെള്ളമൊക്കെ അതിൽ പോയി. അപ്പൊ അടുത്തവണ വരുമ്പോ നീ സൂഷി ഉണ്ടാക്കിയോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ നിർത്താം. അടുത്ത വഴിക്ക് കാണാൻ നന്ദി, നമസ്കാരം.